ബൈ ബൈ ബാംഗ്ലൂർ സിറ്റി. അപ്പോൾ ഞാൻ പോവുകയാണ് ഒരു ലോങ് റൈഡിൻ്റെ രണ്ടാമത്തെ ഡേ എന്ന് വേണമെങ്കിൽ പറയാം. ബാംഗ്ലൂർ എനിക്ക് തോന്നുന്നു 24 മണിക്കൂർ ഇല്ല, ശരിക്കും 12 മണിക്കൂറേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെയായിരുന്നു ഡേയ്സ് പോയിക്കൊണ്ടിരുന്നത്. സോ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫൈനലി നമ്മൾ നമ്മുടെ റൈഡുമായിട്ട് ഇറങ്ങിക്കുവാണ്. നേരെ തന്നെ ഓപ്പണായിട്ട് റോഡ് എടുക്കുവാണ്. എന്താ പറയുക, ഒരു തീരാത്ത റോഡുകൾ, ബ്യൂട്ടിഫുൾ റോഡുണ്ട്. റൈറ്റ് സൈഡ് ഫുള്ള് കിയയുടെ ഫാക്ടറിയാണ് കേട്ടോ കാണുന്നത്. കിയ ഉണ്ട്, ഹുണ്ടായി ഉണ്ട്. ഫൈനലി നമ്മളങ്ങനെ ഹൈദരാബാദിൽ തിരിക്കുകയാണ് കേട്ടോ. ഇന്നിവിടെ സ്റ്റേ എടുത്ത് നാളെ മോർണിംഗ് അടുത്ത ലൊക്കേഷൻ പിടിക്കണം. അങ്ങനെ നമ്മൾ ഫൈനലി ഹൈദരാബാദ് റീച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ സൊമാറ്റോ ഒന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടോ. ഇന്ന് ആക്ച്വലി ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വിശന്ന് പണ്ടാരം തുടങ്ങി. മണം തന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ ഹൈദരാബാദ് ബിരിയാണി ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെ ഒരു ഹൈദരാബാദി ബിരിയാണിയോട് കൂടി ഈ ഒരു ഹൈദരാബാദ് നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഫ്രം ഹൈദരാബാദ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ഓൾമോസ്റ്റ് ഇന്ന് നേരത്തെ തന്നെ എണീറ്റു. ഇനി നമുക്ക് പോകാനുള്ളത് നാഗ്പൂരിലേക്കാണ് കേട്ടോ. Back again. രാവിലെ സിറ്റിയൊക്കെ ക്ലീനാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ കുറച്ചുകൂടി വൃത്തിയുള്ള സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ആദ്യം വന്നത് ഫുൾ കുപ്പ സ്ഥലമായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഈ എക്സോസ്റ്റ് വെച്ചുകൊണ്ട് എന്ത് രസമാണെന്നറിയാം. നമ്മളിങ്ങനെ ജസ്റ്റ് റേവ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു എൻജോയ്മെന്റ് ആണ്. ചെണ്ടപ്പൊന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഏകദേശം ഒരു 500 കിലോമീറ്ററാണ് ട്രാവൽ ചെയ്യാനുള്ളത്. നേരെ നാഗ്പൂരാണ്. അപ്പോൾ ഓൺ ദ വേ ആക്ച്വലി കാണാനായിട്ടൊന്നുമില്ല. ഫുള്ളി ഓപ്പൺ റോഡ്സ്, ഓപ്പൺ ഹൈവേസ് മാത്രമായിരിക്കും കൂടുതലും വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് എങ്ങനെ പോകാം. 39 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ ചൂട് വരുന്നത്. ഒരു രക്ഷയില്ല, ഈടിയിലെ ചൂടാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ജാക്കറ്റിൻ്റെ എയർ വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കിയിട്ടേക്കുവാണ്. വലിയ കൊച്ചുണ്ട് കേട്ടോ, കാര്യത്തേക്കാണ്. നമ്മൾ നാഗ്പൂർ എത്തിയിരിക്കുകയാണ്. പുതിയ സ്ഥലം കൂടി എൻ്റെ മോട്ടോർ സൈക്കിൾ എക്സ്പ്ലോർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറേ പുതിയ ഹൈവേസും കാര്യങ്ങളെല്ലാം താണ്ടി നമ്മുടെ എക്സ്പൾസ് നാഗ്പൂർ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നാഗ്പൂർ റൈഡ് ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, അനദർ ഡേ അനദർ മോർണിംഗ്. നേരെ റേവ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് ഏകദേശം ഒരു അറൗണ്ട് ഒരു 500 കിലോമീറ്റർ ഉണ്ട് ഇന്നത്തെ യാത്ര. ഇന്നും ഓപ്പൺ ഹൈവേസും കാര്യങ്ങളായിരിക്കും കൂടുതൽ വരാനുള്ളത്. അതുകൊണ്ടാണ് ഞാനും ഈ റൂട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് പാക്ക് ചെയ്യാനുണ്ട് ആസ് യൂഷ്വൽ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തു. പിന്നെ ഏകദേശം ഒരു 12 ആകുമ്പോൾ കിടന്നു. ഇപ്പോൾ ഏകദേശം ഒരു 5:30 ആകുമ്പോഴത്തേന് എണീറ്റു. നേരത്തെ എണീക്കുന്ന ഒരാളെ അല്ല ഞാൻ, ബട്ട് സ്റ്റിൽ എന്താ പറയുക, ഈ ഒരു ട്രിപ്പ് നമ്മൾ നോർത്ത് ഈസ്റ്റ് എത്തുന്ന വരെ ആ ഒരു രക്ഷയില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മൾ ഏകദേശം ഒരു യുദ്ധത്തിനൊക്കെ തയ്യാറെടുക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ആർമേഴ്സ് കാര്യങ്ങൾ ഇട്ടു. ഇനി നമുക്ക് മെയിൻ ആർമർ ഇടാനുണ്ട്. ദിസ് ഈസ് മൈ ആർമർ. സ്കോട്ടിൻ്റെ ആർമറാണ്, ഫുൾ ബോഡി ആർമറാണ് വരുന്നത്. ഇവിടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ചെസ്റ്റിന് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്ക്.
നമ്മളിപ്പോൾ സില്ലാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ അകത്തോടെയാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് അത്ര അധികം ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടൈഗറിനെ കാണാൻ പറ്റും. ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പോലെയേ തോന്നുന്നില്ല. കണ്ടെയ്നർ ലോറീസ് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബൈക്കുകളൊക്കെ ടൂറിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ റെയർ ആണ് കേട്ടോ. മേ ബി നമ്മളെപ്പോലെ പ്രാന്തന്മാർ വളരെ കുറവായിരിക്കും ഒരു സൈഡിൽ, അല്ലെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. നമ്മളെന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ഫോറസ്റ്റിന്റെ അകത്തോടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, ഫോറസ്റ്റിന്റെ അകത്തൊരു ഫ്ലൈ ഓവർ കേട്ടോ, അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ട്രാവൽ ചെയ്തു. Man, look at this man, look at you. എന്ത് രസമാണ്. ഈ ഒരു ഫീലൊക്കെ മോട്ടോർ സൈക്കിൾ റൈഡ് ചെയ്താലാണ് കേട്ടോ കിട്ടുള്ളൂ. നമ്മൾ വണ്ടിയിൽ ഇരുന്ന് പോയാലൊന്നും എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കിട്ടുമെന്ന്. ബട്ട് നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴാണ് ഇതുപോലുള്ള കുറെ സംഭവങ്ങൾ കിട്ടുക കേട്ടോ. ഗൈസ്, ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്യൂട്ടിഫുൾ ആണ്, ബ്യൂട്ടിഫുൾ. ഈവൻ ഇത് ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്, ബട്ട് സ്റ്റിൽ രോമ എണീക്കുക. കൊച്ചി പ്രണവ് അല്ലേ? ഞാൻ ഇതുവരെ ആരെയും റൈഡ് ചെയ്യണ ആരെയും കണ്ടില്ല. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു. അപ്പൊ നിന്റെ ബോർഡ് വെച്ച് നന്നായി. എന്ന് തുടങ്ങിയത്? അപ്പൊ 3-ാം തീയതി തുടങ്ങി. യൂട്യൂബ് ഉണ്ട്, സോളോ വ്ളോഗ്സ് എന്ന ചാനലിന്റെ പേര്. കേരള ടു നേപ്പാൾ സൈക്കിൾ. നമ്മൾ കേരള ടു നോർത്ത് ഈസ്റ്റ് നമ്മുടെ റാലി. ബട്ട് ഒരേ ഒരു കോമൺ പോയിന്റ് ഉണ്ട് അവിടെ. വി ബോത്ത് ഫ്രം കേരള. എനിക്ക് വേണമെങ്കിൽ ഇന്ന് നേരെ ഒറ്റയടിക്ക് വാരാണസി പിടിക്കാം. കാരണം 690 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ വ്ളോഗുകളും കുറേ ആൾക്കാർ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുള്ള ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ് എനിക്കും ഇങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ട്രാവൽ ചെയ്ത് ഫീൽ ചെയ്തത്. സോ ആസ് ആൻ ഇൻഫ്ലുവൻസർ നമ്മളൊരു സ്ഥലത്ത് ചുമ്മാ അങ്ങ് പോയി തിരിച്ചു വരിക എന്നതിനുപരി ആ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മൾ കാണുന്ന കാഴ്ചകൾ വിഷ്വലൈസ് ചെയ്യുക, ബാക്കിയുള്ളവരെയൊക്കെ കൂടി ഇൻസ്പയർ ചെയ്യുക ട്രാവൽ ചെയ്യാൻ. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിലുള്ള വിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കും ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ കമന്റിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മളൊരു ഏതോ ഒരു സിറ്റിയിലേക്ക് കയറിയിട്ടുണ്ട്. പൊന്നോ, ഒരു ലോറി മറിഞ്ഞെടുക്കുന്നതാണ് ഈ കാണുന്നത്. കുറച്ച് മുന്നേ എന്തോ മറിഞ്ഞവരുണ്ട് കണ്ടിട്ട്. ഓ മോൻ, ടിക്കറ്റ് പോലും കേട്ടോ. സമയം 10:30 ആയിട്ടുള്ളൂ. അപ്പോഴത്തേനും ഇപ്പൊ ചൂട് ഏകദേശം 39 ഡിഗ്രി ആയിട്ടോ. 39. അതിനി എൻ്റെ പൊന്നെ 40 അപ്പോൾ പോകുന്നതാണ് കാണിക്കുന്നത്. റോഡിൽ നിന്നൊക്കെ ഇങ്ങനെ ആവി പൊങ്ങി നമ്മുടെ മുഖത്തേക്ക് വരുന്ന പോലെയാണ് ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ് കേട്ടോ. നോക്കിയാൽ കാണാൻ പറ്റിയ ഏകദേശം ഒരു മരുഭൂമി പോലത്തെ ഒരു സെറ്റപ്പാണ്. ഒന്നുമില്ല, ലൈക്ക് ഒരു കടയില്ല, മനുഷ്യരില്ല, ഒന്നുമില്ല. ഗായ്സ്, ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം കുറച്ച് ഡാർക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് തൊട്ടപ്പുറം ഒരു ലോറിയുടെ ടയർ മുഴുവൻ കത്തിച്ച് ഇട്ടിരുന്നുണ്ടോ. അതായത് ലൈവ് ഇപ്പോഴും വലിയ തീ ഉണ്ടായി. അത് ഞാൻ പെട്ടെന്ന് പോകുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബട്ട് ആ ഒരു ലോറിയുടെ ടയർ തീ കത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വണ്ടിയിൽ ഭാഗ്യത്തിന് ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട്. എന്തായാലും ഒരിടത്ത് നിർത്താതെ നേരെ പോകാം എന്നുള്ളൊരു മൂഡിലാണ് ഉണ്ടായത്. ഫൈനലി നമ്മൾ റേവ എത്തിയിട്ടോ. ഇവിടുത്തെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാറ്റില്ലേ, ചൂടെന്ന് പറഞ്ഞാൽ തീക്കാറ്റെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ തീ, ഭയങ്കര ചൂടുള്ള കാറ്റ്. നമ്മൾ ഈ അടുപ്പിന്റെ ഒക്കെ അകത്തിരിക്കില്ലേ, അല്ല അടുത്തിരിക്കത്തില്ലേ, അപ്പൊ ഒരു ചൂട് വരത്തില്ലേ ഇങ്ങനെ, ആ ഒരു സെയിം സംഭവം കേട്ടോ. ഇവിടുത്തെ കാറ്റാണ് കാറ്റെന്ന് പറഞ്ഞത്. This is a hotel, right? This is hotel, है ना? I have booking here. Oh. Oh. Oh, okay.
ഇപ്പം ഞാൻ നിൽക്കുന്നത് റേവയിലേക്കായിരുന്നു, നാഗ്പൂരിൽ നിന്ന് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഓരോ ദിവസം ഹൈവേസ് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നാഗ്പൂർ ടു റേവ വരുന്ന ഹൈവേ വേറെ ലെവലായിരുന്നു. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് എന്ന് പറയാം. ഇന്ത്യ തന്നെ ആണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. അത് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി ഒരു തുള്ളി ഉറക്കം പോലും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. നാഗ്പൂർ തൊട്ട് റേവ എത്തുന്നവരെ ഞാൻ ഫുൾ ഓണായിരുന്നു. കാരണം റോഡുകളെല്ലാം ചുമ്മാ വേറെ ലെവലായിരുന്നു കേട്ടോ. പൊളി 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 റോഡുകളായിരുന്നു. പിന്നെ നമ്മളൊരു സൈക്ലിസ്റ്റിനെ കണ്ടുവച്ചു. അപ്പോൾ ആളുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ് ടു റേവയിൽ എത്തുന്നവരെ കേട്ടോ. റേവയിൽ എത്തിയതിന് ശേഷം സീൻ മൊത്തത്തിൽ മാറി. ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ഞാൻ ആ ഹോട്ടലിലേക്കുള്ള വഴി കൂടെ പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡാർക്ക് അടിച്ചു. ലൈക്ക് ഇതെന്തോ ഒരു കൊള്ള സംഘത്തിലേക്ക് ഒന്ന് പോകുന്ന പോലത്തെ ആയിരുന്നു. എൻ്റെ പൊന്നെ, അനദർ റോഡ് കേട്ടോ. ഇവിടെ ഞാൻ ബുക്ക് ചെയ്തതാണ്. മാപ്പിൽ കാണിക്കുന്ന ലൊക്കേഷൻ കണ്ടോ, ഈ ചപ്പ് കൂടിയിട്ടൊക്കെ സ്ഥലമാണ് മാപ്പ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഇവിടം വരെ വണ്ടി ഓടിച്ച് വന്നു. അപ്പം ബുക്ക് ചെയ്യാൻ പോയ ഹോട്ടൽ ഇവിടെ നടത്തൊരു ചവറ്റ് കൂന മാത്രമാണുള്ളത്. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൽ വന്ന സമയത്ത് കുറേ ആൾക്കാരൊക്കെ എന്നോട് കേരളത്തിൽ നിന്നാണോ വരുന്നത്, നിങ്ങൾ ഇതുവരെ എങ്ങനെയാണ് റൈഡ് ചെയ്തത്, നിങ്ങൾ ഭയങ്കര റൈഡറാണോ, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയും കാര്യങ്ങളെല്ലാം വണ്ടിയൊന്ന് നോട്ട് ചെയ്തിട്ട് അവർ പേജൊക്കെ എടുത്തിട്ട് ഇതാണോ പേജ്, അങ്ങനെയൊക്കെ കുറച്ചുകൂടെ ക്യാഷിലും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഞാൻ ആദ്യം പോയ സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഗല്ലി പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ. സോ ആരെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ റേവയിൽ സ്റ്റേ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഹോട്ടലിൽ ഡയറക്റ്റ് പോയി ബുക്ക് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയോ റൂം ഒരിക്കലും ബുക്ക് ചെയ്യാതിരിക്കുക. കാരണം ഓയോ എന്ന് കണ്ടിട്ടുള്ള ബുക്കിംഗ് ഏത് ചെയ്താലും അവിടെ ചെല്ലുന്ന സമയത്ത് അവർക്ക് ബുക്കിംഗ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ കുറേ അധികം വള്ളിക്കെട്ടുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. ഓയോ എന്ന് കാണുന്ന ആരും ബുക്ക് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. നമ്മുടെ ഓൾ ഇന്ത്യ റൈഡിൻ്റെ ഭാഗമായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് എക്സ്പെഡിഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നാളെ ഞാൻ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാരണസിയിലേക്കാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു സ്ഥലം എൻ്റെ ഇപ്രാവശ്യത്തെ പ്ലാനിലില്ലായിരുന്നു. ബട്ട് ഞാൻ കുറേ ആൾക്കാരോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു, എടാ ഇനി വാരണസിക്ക് തന്നെയായിട്ടൊക്കെ പോയി എക്സ്പ്ലോറൊക്കെ ചെയ്തു വരാൻ മേ ബി സമയമെടുക്കും, നീ എന്തായാലും അതുവഴിയാണ് പോകുന്നത്. സോ ഒരു ദിവസം അവിടെ ഇറങ്ങി എല്ലാം ഒന്ന് കണ്ടിട്ട് പോ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു. സോ ഞാനും വിചാരിച്ചു, കേട്ടിട്ടേ ഉള്ളൂ, ഇതുവരെ എനിക്ക് ആ ഒരു സ്ഥലം എക്സ്പീരിയൻസ് ചെയ്യാനോ പോകാനോ കാണാനോ സാധിച്ചിട്ടില്ല. സോ അവിടെയും കൂടെ ഒന്ന് ഇറങ്ങി എന്താണ് അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം ഒന്ന് കണ്ടേച്ച് വരാമെന്ന് വിചാരിച്ചു. സോ ടുമോറോ മോർണിംഗ് ഇവിടുന്ന് നേരെ വാരണസിയാണ് പോകാൻ പോകുന്നത്. ഞാൻ ലൈഫിൽ എപ്പോഴും ആഗ്രഹിച്ചൊരു മൊമെൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ ഇന്ന് കിടക്കുന്ന സ്ഥലത്ത് ഉറങ്ങാതെ നെക്സ്റ്റ് പുതിയ സ്ഥലം, അതായത് നമ്മൾ ഓരോ ദിവസം എഴുന്നേറ്റ് പുതിയ 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 സ്ഥലങ്ങളിലേക്ക് പോയി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യാന്നുള്ളത്. സോ അതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏർലി മോർണിംഗ് ഒക്കെ എഴുന്നേക്കാനായിട്ട് മടിയുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഈ റൈഡ് എന്ന് പറഞ്ഞ ഒരു സംഭവം തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഞാൻ 6 മണിക്ക് അലാറം വെച്ചാൽ ഞാൻ 5 മണിക്ക് ഓട്ടോമാറ്റിക്കലി എഴുന്നേക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ വരുന്നത്. ലൈഫിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ടയേർഡ് ആവുമെന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നാളെ എന്താണ് പുതിയതായിട്ട് കാണാൻ പോകുന്നത്, നാളെ രാവിലെ പോകണ്ടേ, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളൂ. സോ യാത്ര ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടിയും കിടക്കുകയൊക്കെ ഇട്ടോ എന്തെങ്കിലും എടുത്തിട്ട് ഇറങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും വീട്ടിൽ ചടച്ചിരിക്കാതെ നേരെ ഇറങ്ങുക, അതാണ് എനിക്ക് പറയാനുള്ളൂ. സോ ഗൈസ്, നമ്മുടെ വ്ളോഗ് സീരീസ് ഇനിയും വരുന്നതായിരിക്കും. ഇപ്പോൾ സെക്കൻഡ് വീഡിയോ ആണ്, തേർഡ് വീഡിയോ ഉടനടി വരുന്നതായിരിക്കും. അപ്പോൾ അത് വാരണസി കവർ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോടാണ് എനിക്ക് ഏറ്റവും അധികം താങ്ക് യു ആൻഡ് നന്ദി പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ഈച്ച് ആൻഡ് എവറി കമൻറ്റ് വാല്യൂബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും റൈഡേഴ്സും കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ അവരെ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ അപ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്.